ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും നമ്മൾ മറ്റൊരു കുക്കിംഗ് വ്ളോഗുമായിട്ട് മുന്നോട്ട് പോകുവാണ്. അപ്പോൾ ഇത് എന്താ പറയണ്ടേ, പുഡിങ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഓക്കെ, ഒരു പുഡിങ് തന്നെയാകാം ഇന്ന്. ഈ പുഡിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയാൻ കൗതുകമുള്ളതും കഴിക്കാൻ ഇഷ്ടമുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ പാരഗൺ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഇളനീർ പുഡിംഗ് ഉണ്ട്, ഒരു ഗ്ലാസ് പുഡിംഗ് ഉണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലാസ് പുഡിംഗാണ്, ഏതാണ്ട് അതുപോലത്തെയാണ് സംഭവം. ഓക്കെ, ഈ ഗ്ലാസ് പുഡിംഗ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ജെലറ്റിനിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരവിടെ ചൈന ഗ്രാസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് ആണെങ്കിൽ അത് കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ സെറ്റായിട്ടിരിക്കും. പക്ഷേ അതിൻ്റെ ടെക്സ്ചർ കുറച്ചുകൂടി ഹാർഡാണ്. ഇത് കുറച്ചുകൂടി സോഫ്റ്ററായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ജെലറ്റിൻ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ചൈന ഗ്രാസിലും ചെയ്യാം. ജെലറ്റിൻ ഉപയോഗിക്കാത്തവർക്ക് ചൈന ഗ്രാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇളനീർ പുഡിംഗാണ്, പക്ഷേ അതങ്ങനെയല്ല. ഇതൊരു 2 ടയർ പുഡിംഗാണ്. ഇതൊരു കോക്കനട്ട് ഗ്ലാസ് പുഡിംഗ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ഞാൻ മാജിക് ഗവണിൽ കാണിച്ചിട്ടുള്ളതാണ്. അല്ലാണ്ട് തന്നെ ഇത് കുറച്ച് പോപ്പുലറായിട്ടുള്ള ടൈപ്പ് പുഡിംഗാണ്. കരിക്ക് വെച്ചിട്ട് കോക്കനട്ട് ഗ്ലാസ് പുഡിംഗ്. 1 ലെയർ ഗ്ലാസ് പോലെ ഇരിക്കും, 1 ലെയർ വൈറ്റിഷ് ആയിരിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു, ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങി കരിക്ക്. അപ്പോൾ ഒരു 2 കരിക്കാണ് എടുത്തിരിക്കുന്നത്. 2 കരിക്ക് അതായത് ഈ ടൈപ്പ് ആയിരിക്കണം, നോക്കിക്കോളൂ. ഇത് ഇങ്ങനത്തെ പീസസ് ആയിട്ട്, അതായത് സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ സോഫ്റ്റാണ്, പക്ഷേ ഭയങ്കര എന്താ പറയണ്ടേ, ഇത് കഞ്ഞിവെള്ളം മാതിരി ആ ഒരു തിക്നെസ് അല്ല. എന്നാൽ ഭയങ്കര ഹാർഡാണോ അല്ല, അതും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഓക്കെ, ഇത് അരിയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് 1 കപ്പാണ് വേണ്ടത്. ഞാൻ ഇച്ചിരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച്, ഇനി ബാക്കിയുള്ളതും കൂടി അരിഞ്ഞ് എടുക്കുക. ഇതിപ്പം ഞാൻ അരിഞ്ഞ് തുടങ്ങിയിട്ടാണ് ആലോചിച്ചത്, അയ്യോ നിങ്ങളെ കാണിച്ചില്ലല്ലോ ഞാൻ അരിയുന്ന രീതി. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അരിയുന്നു. ചെറുതായിട്ട് ചെറിയ പീസസായിട്ട് ചെറിയ കഷ്ണം. ഒത്തിരി ചെറുതാവണമെന്ന് നിർബന്ധമില്ല. നമ്മളെല്ലാ പീസസും ആവശ്യത്തിന് ചോപ്പ് ചെയ്ത് കഴിയും. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഞാൻ നാളെ നോക്കട്ടെ. 1 കപ്പ്, അപ്രോക്സിമേറ്റ്ലി 1 കപ്പ്. ഇതിപ്പോൾ ഞാൻ 2 കരിക്കാണ് എടുത്തത്. അതിൻ്റെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും 2.5 കപ്പ് കരിക്കിൻ്റെ വെള്ളവും നമ്മൾ ഉപയോഗിക്കും. ആഹാ, കറക്റ്റ് 1 കപ്പ് കറക്റ്റായിട്ട് കിട്ടി. അയ്യോ, അത് ശരിയായിരുന്നു. 1 ലെവൽ കപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഒന്ന് കൈ കഴുകിയിട്ട് വരാം. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യണം, അതായത് ജെലറ്റിൻ കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് ഐസ് വാട്ടർ ഉണ്ടാക്കാൻ, ഇവിടെ സാധാരണ ഐസ് വാട്ടർ വെക്കാറില്ല, കാര്യം ഇവിടെ എപ്പോഴും വർക്കിംഗ് അല്ലല്ലോ ഈ കിച്ചൺ. ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ട് വെള്ളയിലേക്ക് എത്തിയ ഉടനെ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചു. അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ജെലറ്റിൻ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം മെഷർ ചെയ്തെടുക്കാം. 1/2 കപ്പ് ഐസ് വാട്ടർ എടുത്ത് വയ്ക്കും. ഇതിനകത്തേക്ക് കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ജെലറ്റിൻ എടുക്കണം. എൻ്റെ വെള്ള മെഷറിങ് സ്പൂൺ കാണുന്നില്ല, അത് കാരണം ഇതെടുത്തു. 2 ടേബിൾ സ്പൂൺ. നിങ്ങളിപ്പോൾ ചൈന ഗ്രാസിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തിട്ട് ഉരുക്കി ചേർക്കണം. അപ്പോൾ 10 ഗ്രാം എടുത്തിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പകുതി യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കുതിരട്ടെ ഒരു സൈഡിൽ. അപ്പോൾ ഇതൊരു സെറ്റ്. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ജെലറ്റിൻ, 1/2 കപ്പ് വെള്ളം. ഇനി വേറൊരു പാത്രത്തിൽ വീണ്ടും എക്സ്ട്രാ വേറെ ഇതൊരു 1/4 കപ്പ് വെള്ളം, ഐസ് വാട്ടർ 1/4 കപ്പ്. 3/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ആകാം ജെലറ്റിൻ. ഞാനിപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ടു. അപ്പോൾ ഇത് രണ്ടും ഇരുന്ന് കുതിരട്ടെ. ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒരുക്കങ്ങൾ 1 സൈഡിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഉണ്ടാക്കൽ പ്രോസസ്സ് വളരെ സിമ്പിൾ. പിന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാനുള്ള സമയം എത്രയാണോ, പെട്ടെന്നാകണമെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതിയല്ലോ. ഇവിടെ ഇപ്പോൾ ഞാനൊരു 2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കുറുകിയ തേങ്ങാപ്പാൽ, അതിലേക്ക് 1 ടിൻ കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കണം. ഇനി 1 ടിൻ കണ്ടൻസ് മിൽക്ക് ചേർക്കണം. അപ്പോൾ തേങ്ങാപ്പാലും കണ്ടൻസ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡും നന്നായിട്ട് മിക്സായി യോജിച്ച് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മളിനി വേറെ പഞ്ചസാര ഒന്നും ചേർക്കണ്ട. ഈ ലെയറിന് ഇത് ഇത്ര തന്നെ മതി. ഇത് നല്ല സ്വീറ്റായിരിക്കും, ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ടാകും. അപ്പോൾ തേങ്ങാപ്പാൽ മിൽക്ക് മെയ്ഡ് മിശ്രിതം ഒരു സൈഡിൽ. അപ്പോൾ എത്ര കാര്യങ്ങളായി ഒരു സൈഡിൽ 2 ടൈപ്പ് ജെലറ്റിൻ, തേങ്ങാപ്പാൽ മിശ്രിതം, എന്താ പറയുക കണ്ടൻസ് മിൽക്ക്, പിന്നെ 1 കപ്പ്
കരിക്ക് അരിഞ്ഞത് ഇതെല്ലാം ഓരോ സൈഡിലേക്ക് മാറ്റി. ഇനി അടുത്ത കാര്യം, ഇതിൽ നിന്നും എടുത്തു വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളം ഇതിൽ നിന്നും അളന്നൊഴിക്കാം. ഒരു 2.5 കപ്പ്. 2 കപ്പ് കംപ്ലീറ്റായി. ഇനി ഒരു 1/2 കപ്പ് കൂടി ഒഴിക്കാം. യെസ്, അങ്ങനെ 2.5 കപ്പ് കരിക്കിൻ്റെ വെള്ളം. ഇതിനകത്തേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. എന്നിട്ട് അലിയുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതായത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരണം. എന്തായാലും ഈ കരിക്കൻ വെള്ളത്തിനൊരു മധുരം ഉണ്ട് കേട്ടോ, നല്ല മധുരം ഉണ്ട് അത്യാവശ്യം. ഭയങ്കര മധുരമുള്ള കരിക്കൻ വെള്ളമാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആയാലും മതി. എന്തായാലും ഇത് ഒരു മോഡറേറ്റ് മധുരം, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഓക്കെ, പഞ്ചസാരയൊക്കെ ഏതാണ്ട് അലിഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ്, കുതിരാൻ വെച്ച കാര്യങ്ങളും കുതിർന്ന് സെറ്റായിരിക്കണം. അതൊന്ന് ഉരുക്കിയെടുക്കാം. ഓക്കെ, ഉരുക്കുക മീൻസ് മെൽറ്റിങ്. അപ്പോൾ ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് മെൽറ്റ് ചെയ്താൽ മതി. ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച്, അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞു ഞാൻ. അപ്പോൾ ഒന്ന് വെള്ളത്തിൽ നിന്നും ആവി വന്നു തുടങ്ങട്ടെ, അതിൻ്റെ മുകളിലേക്ക് പാത്രം എടുത്ത് വെച്ചിട്ട് എലിയിച്ച് തുടങ്ങാം. കുതിർന്നിരിക്കുന്നത് നോക്കി, ആഹാ, ഒരൊറ്റ പീസായിട്ട് ഇങ്ങനെ ജെല്ലി മാതിരി റെഡി. ഓക്കെ, കംപ്ലീറ്റ് പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞു, ഒരു തരി പോലും ഇല്ല. നമ്മുടെ ഈ കോക്കനട്ട് മിൽക്കും പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ചേർന്നുണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട്, അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോക്കനട്ട് ടേസ്റ്റാണ്. നല്ല, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് വാനില എസൻസ് അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു കോക്കനട്ട് ഫ്ലേവർ കിട്ടും. ഓക്കെ, അപ്പോൾ നല്ലതാണ്. ഇനി ആവി വന്ന് തുടങ്ങുന്നു, വെള്ളം തിളയ്ക്കാറായി, വെക്കട്ടെ. അപ്പോൾ ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള പാത്രം വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഇനി ചെറിയ തീയിലിട്ടിട്ട് ആ ആവിയിൽ ആവി ഇങ്ങനെ മേളിലേക്ക് വരുമ്പോൾ പാത്രം ചൂടാകുമല്ലോ, അപ്പോൾ ഇത് ഉരുകി തുടങ്ങും. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, എങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകാം, പിന്നെ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്തവരുണ്ടാകാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത്. മാജിക് കമനിൽ തന്നെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ജലാറ്റിൻ എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉരുക്കിയെടുക്കുന്നത്. ആഹാ, റെഡി, മെൽറ്റായി കഴിഞ്ഞു കംപ്ലീറ്റ്. ഇനി ഒന്ന് മാറ്റി, നല്ല ചൂടുണ്ട് പാത്രത്തിന്. അപ്പോൾ ഞാൻ തൽക്കാലം തീ ഓഫ് ചെയ്തു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് ലെയർ സെറ്റായി കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ലെയർ ഒഴിക്കുന്നത്. പെട്ടെന്നാകും, കാര്യം നമ്മളിപ്പോൾ ഫ്രീസറിലേക്കാണ് വെക്കാൻ പോണത്. എങ്കിലും ഈ സെക്കൻഡ് മെൽറ്റിംഗ് അതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് ആകാം അല്ലേ. അപ്പം തീ ഇങ്ങനെ വെറുതെ കത്തിക്കേണ്ട ആവശ്യമല്ലോ. തീ ഓഫ് ചെയ്തു, ചൂടായി കിടക്കുകയാണ് നന്നായിട്ട് വെള്ളം. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. എന്തൊക്കെയാണ്, അതായത് ഒരു ലെയറിന് വേണ്ടത് കരിക്കിൻ്റെ വെള്ളം, സെക്കൻഡ് ലെയറിന് വേണ്ടത് തേങ്ങാപ്പാലും, പിന്നെന്താ കണ്ടൻസ് മിൽക്ക്, അതെല്ലാം റെഡി. ഇനി ജലാറ്റിൻ ഒഴിക്കുക എന്നുള്ള കർമ്മമാണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ വയ്ക്കുന്നത് ഇതൊന്ന് കരിക്കിൻ്റെ വെള്ളം, 2.5 കപ്പ് കരിക്കിൻ വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര അലിയിച്ചതിൽ ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ പീസസ് 1 കപ്പും ചേർത്തു. ഇത് എത്രത്തോളം ഫൈനായിട്ട് വേണമെങ്കിലും അരിയാം, ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞിടാം, അത് നിങ്ങളുടെ ഇഷ്ടം, ചോയ്സ്. ഇനി ഇതിലേക്ക് ഉരുക്കിയ ജലാറ്റിൻ നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ മിക്സിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ചൂടൊന്നുമില്ല, നമുക്ക് തോന്നുന്നു ഭയങ്കര ചൂടാണ്. ഇല്ല, ജലറ്റിൻ ഉണ്ടായിരുന്ന ചൂടാണെങ്കിലും മറ്റത് തണുപ്പായിരുന്നല്ലോ, അതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ആയപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലെ നമ്മുടെ ഗ്ലാസ് ബൗളിലാണ് സെറ്റ് ചെയ്യുന്നത്. ഒഴിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഞാൻ സെറ്റാകാനായിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കുന്നു, പെട്ടെന്ന് സെറ്റാകാൻ. കണ്ടല്ലോ അല്ലേ, ഒരു ലെയർ. അപ്പോൾ ഇനി അത് സെറ്റായി കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇരിക്കട്ടെ, ഇതിപ്പോൾ ഞാൻ ഉരുക്കുന്നില്ല. ആ സമയമാകുമ്പോൾ ഉരുക്കിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതും അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മാത്രം മതി. എന്ത് എളുപ്പമല്ലേ, ഈസിയാണ്. പക്ഷേ ഫൈനൽ പ്രോഡക്റ്റ്, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വരുമ്പോൾ ഉണ്ടല്ലോ, എന്താ ഭംഗി, എന്താ രുചി, അങ്ങനെയായിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ക്ലിയറൻസൊക്കെ ഞാൻ ആ സമയം കൊണ്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതൽ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സെറ്റായി, കറക്റ്റ്. അപ്പോൾ ആ സമയം ഞാൻ താഴെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിനെ പോയിരിക്കുകയാണ്. നോക്കി, ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയാണ് അടുത്ത റൗണ്ട് കാര്യങ്ങൾ. ഇത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ വെള്ളവും തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. പഴയതുപോലെ
പാത്രം വെച്ചിട്ട് ഈ കുതിർന്നിരിക്കുന്ന ജലാറ്റിൻ അതിലേക്ക്. ഓക്കെ, നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ഉറച്ച് മീൻസ് നല്ല ആയി. ഓക്കെ, പേടിക്കണ്ട. സെയിം, നോ പ്രോബ്ലം. വളരെ ഫാസ്റ്റായിട്ട് ഇത് കുറേ നേരമല്ലേ കുതിർന്നിരിക്കുന്നു, അത്രയും സ്പീഡിൽ ഇത് അലിഞ്ഞു കിട്ടി. എത്രത്തോളം കുതിരുന്നോ അത്രത്തോളം സ്പീഡിൽ അലിയിച്ചെടുക്കാനും പറ്റും. കണ്ടല്ലോ, തീ ഓഫ് ചെയ്യട്ടെ. ഇനി ഇത് നമ്മൾ ആ പാൽ മിശ്രിതത്തിലേക്ക് ഒഴിക്കാം. ആ ജലാറ്റിൻ ഉരുകിയത് ഒഴിക്കുന്നു. ക്ലിയറായിട്ട് കണ്ടല്ലോ അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒന്നും ചെയ്യാനില്ല, നന്നായിട്ട് മിക്സായെന്ന് മാത്രം ഉറപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ദേ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, നല്ല കറക്റ്റായിട്ട് സെറ്റ്. അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ അരിക്കുന്നേ ഉള്ളൂ. ബബിൾസ് എല്ലാം നമുക്കൊന്ന് പൊട്ടിച്ച് വിടാം. ഓക്കേ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ വീണ്ടും ഇത് ഫ്രീസറിലേക്ക് വെക്കുന്നു, പെട്ടെന്ന് സെറ്റാകണം. അപ്പോൾ ഈ സെക്കൻഡ് ലെയറും നന്നായിട്ട് സെറ്റാകണം. ഓക്കെ, ഇനി എന്താ വേണ്ടത് എന്ന് സെറ്റായാൽ മതി. സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് ഗ്ലാസ് പുഡിംഗ് റെഡി എന്ന് തന്നെ പറയാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ചൂടുവെള്ളം ഒഴിച്ച് കൊണ്ടുപോകണമെങ്കിൽ കഴുകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മളുടെ ഫ്രിഡ്ജിലിരുന്ന് കോക്കനട്ട് ഗ്ലാസ് പുഡിംഗ് സെറ്റായി, ഓൾമോസ്റ്റ് സെറ്റായി എന്ന് പറയാം. കംപ്ലീറ്റ് സെറ്റായോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സമയം കുറച്ചുകൂടി വേണം. എങ്കിലും ഏകദേശം സെറ്റായപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് നോക്കി. 2 ലെയർ അടിഭാഗത്തുള്ളതാണ് ഗ്ലാസ് പോലെ ഇരിക്കുന്നത്. ഓക്കെ, അകത്തിങ്ങനെ വൈറ്റ് നമ്മുടെ കരിക്കിൻ്റെ പീസൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാം. അതാണ് അതിൻ്റെ ഒരു ലുക്ക്. ഇനി നമ്മൾ സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട് ആണ് നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ പറ്റും. ഫുള്ളായിട്ട് സെറ്റായി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ നല്ല ഉറപ്പോടുകൂടി കിട്ടും. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് കാണിക്കണ്ടേ, എനിക്കിത് കഴിക്കാനിങ്ങനെ ആഗ്രഹം വന്നിരിക്കുവാണ്. അത്ര ടേസ്റ്റാണ്, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇത് നോക്കിക്കോളൂ. ആഹാ, എന്താ പറയുക, കോക്കനട്ട് ഫ്ലേവേർഡ് ഐസ്ക്രീം കഴിക്കുന്ന പോലെ ഉണ്ട്. രക്ഷയില്ലാത്ത ടേസ്റ്റ്. എന്താ ടേസ്റ്റ് അറിയാം. ഒരു സ്പൂൺ കൊണ്ടൊന്നും നിർത്താൻ പറ്റുന്ന അവസ്ഥയല്ല. വെരി വെരി ടേസ്റ്റി. ഒരു രക്ഷയില്ല. 2 ലെയറും ഈക്വലി ഗുഡ്. ആൻഡ് കഴിച്ച് ഞാൻ തീരാവുമ്പോൾ നമ്മുടെ കരിക്കിൻ്റെ പീസെല്ലാം ഇങ്ങനെ വയൽ വരില്ലേ, അതും ഇങ്ങനെ ചവച്ച് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇത്. എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. ഇതൊരു എത്രിയൽ എക്സ്പീരിയൻസ് പോലെയാണ്. അങ്ങനത്തെ ചില ഭക്ഷണമൊക്കെ അങ്ങനെയാണ്, നമുക്കത് കഴിക്കുമ്പോൾ ഡ്രൂൾ ചെയ്ത് ഇങ്ങനെ എന്ന് പറഞ്ഞിരിങ്ങനെ ഭയങ്കര ഒരു ഫീല് കിട്ടും. ആ ഒരു ഫീല് ഈ ഒരു പുഡിങ്ങിന് കിട്ടും, ഈ ഒരു കോക്കനട്ട് ഗ്ലാസ് പുഡിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ, എനിക്ക് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോൾ എന്നിട്ട് എന്നെ പോലെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് മനസ്സിലാവും. അപ്പോൾ ഞാനിത് എന്താ പറഞ്ഞതെന്ന് പിടികിട്ടും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസേർട്ട് ഐറ്റം തന്നെയാണ്. ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എനിക്ക് തരണം. പറ്റുമെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്കിലെ ഗ്രൂപ്പിലേക്ക് ഇടുക. ഫോട്ടോസും ഒരുപാട് പേര് ഇടുന്നുണ്ട്. അപ്പോൾ ഇതും എന്തായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോഗ്രാഫ്സും നിങ്ങളുടെ ഫീഡ്ബാക്സും അവിടെയും ലക്ഷ്മി നായർ വ്ളോഗ്സ് ഫാമിലി ഗ്രൂപ്പിൽ. പിന്നെ ഈ ഒരു നമ്മുടെ വീഡിയോയുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, പിന്നെന്താ ലൈക്ക്, അതെല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ കമൻറ്റ്, നല്ല കമൻറ്റ്, പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം ഈ ഒരു വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ ഇതിഷ്ടാവും, നോ ഡൗട്ട്. നല്ലൊരു റെസിപ്പി, നല്ല ഉഗ്ര റെസിപ്പിയാണ്. നിങ്ങൾക്ക് പാർട്ടീസിനൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.
താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഇതിലുണ്ടാകാം, ചിലപ്പോൾ പിന്നെ എന്താ പറയണ്ടേ, കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് അവർ ലക്ഷ്മി നായർ വ്ളോഗ്സ്, LN വ്ളോഗ്സ് ഫാമിലി. അപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഭാഗമാകുക, നമ്മുടെ ഈ യൂട്യൂബ് കുടുംബത്തിൻ്റെ. ഓക്കെ, വളരെ സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.